ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ മോന് ചോറ് കൊടുക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ എങ്ങനെ മോൻ ഒറ്റയ്ക്ക് കഴിക്കും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ പറയും. ഓക്കെ, ഞങ്ങളുടെ അച്ഛ കൊടുന്ന പ്ലേറ്റാണിത്. ഇതിൽ ചെറുപയർ ചോറുണ്ട്, പുളിയിഞ്ചി ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് കുക്കുംബർ കൂടെ കട്ട് ചെയ്ത് ആഡ് ചെയ്യാം. ഓക്കെ, ഇഷ്ടമാണിത് കഴിക്കാൻ വേണ്ടി. നമ്മൾ എന്ത് ചെയ്യണം എന്നാണല്ലോ. ഒരു 4-5 പീസ് ഞാൻ വീട്ടിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞാൻ നമ്മുടെ ക്യാരറ്റ് ഉപ്പിലിട്ടതാണ്. കുറച്ച് ചുരുക്കയും പിന്നെ ഉപ്പും കുറച്ച് വെള്ളവും കുറേ വെള്ളവും ആഡ് ചെയ്തിട്ട് ഇത് കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും നല്ലതാണ്. ബീട്രൂട്ടും ക്യാരറ്റൊക്കെ ഉപ്പിലിട്ട് വയ്ക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഓക്കെ, ഇനി നമുക്ക് ഇവൻ ഇത് കഴിക്കുമെന്ന് നോക്കാം ഗൈസ്. അത് നമുക്ക് ഒറ്റയ്ക്ക് കൊടുക്കാം. ഞാൻ എന്ത് ഫുഡ് അവന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ആദ്യം അവനെ കൊണ്ട് ഒറ്റയ്ക്ക് കഴിപ്പിക്കാൻ ശ്രമിക്കും. അവൻ അവൻ്റേതായ രീതിയിൽ കുറച്ച് കഴിക്കും. അത് കഞ്ഞിയാണെങ്കിലും ചോറാണെങ്കിലും ചായ ആണെങ്കിലും എന്താണെങ്കിലും ഒറ്റയ്ക്ക് ശ്രമിക്കാറുണ്ട്. കുറച്ചൊക്കെ കഴിക്കും. ക്ഷമ നമുക്ക് നല്ലോണം വേണം, അത്രേ ഉള്ളൂ. അങ്ങനെ അവൻ്റേതായിട്ടുള്ള രീതിയിൽ അങ്ങനെ കുറച്ച് കഴിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റേതായ രീതിക്കുള്ള കൊടുപ്പ് തുടങ്ങി. അമ്മമാർ പൊതുവെ പറയണ്ടല്ലോ, കഴിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുമല്ലോ, അങ്ങനെ. പിന്നെ ഈ ഫോൺ കാണിച്ചിട്ടുള്ള ഭക്ഷണം കൊടുക്കൽ ഞാൻ അതിനെതിരാണ് ഗൈസ്. സോ ഞാൻ അവനങ്ങനെ കൊടുക്കാറില്ല. ഞാൻ ഈ ചെടിയും പൂക്കളും കായും പൂച്ച ആന ആനൊന്നും കിട്ടില്ല, വല്ല പൂച്ചയോ പട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് കൊടുക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഭക്ഷണം കഴിച്ചു. അവൻ പ്ലേറ്റൊക്കെ സ്വന്തമായിട്ട് തന്നെ എടുത്തു വയ്ക്കും. പിന്നെ അതാ വെള്ളമൊക്കെ കുടിച്ചു. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ തനുക്കുട്ടൻ്റെ ഇന്നത്തെ ഒരു ദിവസം അല്ല, ഉച്ചയ്ക്കുള്ള കുറച്ച് നേരം ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.